എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ 1 കിലോ. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എല്ലാം കൂടി ചേർത്ത് വെച്ചതാട്ടോ. അത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് അതും കൂടി ചേർത്തിട്ട് വെച്ചതാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തോളൂ. ഈ മസാല എല്ലായിടത്തേക്കും ചിക്കൻ്റെ എല്ലായിടത്തേക്കും പിടിക്കുന്ന മാതിരി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇത് എന്നിട്ട് 1 മണിക്കൂർ നമ്മൾക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അതിവിടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 സവാള എടുത്തിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 സവാള, മീഡിയം സൈസ് സവാളയാണ് ഇത്. 4 സവാള എടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് വെച്ചിട്ട് ചൂടാക്കണം. ഇത് സവാളയൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു പാൻ അടുപ്പിൽ വയ്ക്കാൻ. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ സവാള ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ സവാള കുറച്ചെടുത്ത് കേട്ടോ, കുറേശ്ശെ ഇട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണം, നല്ല സ്ലൈസായിട്ട്. അപ്പോഴതിനത് ഒരേമാതിരി ഫ്രൈ ആവുള്ളൂ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് തണുത്ത നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ മാറ്റണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിനൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിടി അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾക്ക് ഒരു പിടി മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് എടുക്കാം കേട്ടോ. ഇതായിട്ടുണ്ട് ഇപ്പോൾ അവിടെ. അണ്ടിപ്പരിപ്പ് തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം, ഉണക്കമുന്തിരി. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചേർത്താൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണി, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. നിർബന്ധമൊന്നുമില്ല ചേർക്കണമെന്ന്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്തോളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് മാറ്റാൻ നമുക്കിനി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഉള്ളി വറുത്ത എണ്ണ ഉണ്ടല്ലോ, അതന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക്. അത് നല്ലൊരു ഫ്ലേവറാണ് ഉള്ളി ചേർത്ത ഉള്ളി വറുത്ത എണ്ണ. പറയുമ്പോൾ തെറ്റിപ്പോകുന്നു, ക്ഷമിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചിക്കൻ ഉണ്ടാക്കാം. ഞാനവിടെ ഒരു 2 ബേ ലീഫ് ചേർത്ത്, ബിരിയാണിയല്ല 2 ചേർത്തുണ്ട്. 2 ഇഞ്ച് വലുപ്പമുള്ള പട്ട, ഒരു 5-6 ഗ്രാമ്പു, തക്കോലം 1 പിന്നെ ഒരു 5-6 ഏലക്ക ഒന്ന് ചതച്ച് ചേർക്കുക കേട്ടോ. ചതച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊന്ന് നന്നായിട്ട് ഇറങ്ങും. പിന്നെ ഒരു 4 പച്ചമുളക്, ഇതൊന്ന് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റാം. അതൊന്ന് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത്
ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇതൊന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയിട്ട് വരണം. ലൈറ്റായിട്ട് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത്രയായാൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, ക്രഷ് ചെയ്ത കുരുമുളകാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒന്ന് ഇനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ സവാള വഴറ്റിയ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ ചേർത്ത് കൊടുക്കാം. അത് നല്ല ഫ്ലേവറാണ് കേട്ടോ. റൈസിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫ്രൈ ചെയ്ത എണ്ണ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ബിരിയാണി ഇല, തക്കോലം, ഗ്രാമ്പു, പട്ട, ഏലക്ക ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ഫ്രൈ ചെയ്ത് വെച്ച് സവാളയെന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 3 കപ്പ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് അരി എടുത്തിട്ട് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ചേർത്ത് വെക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമുക്ക് ബാസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ബാസ്മതി റൈസല്ല എടുത്തിരിക്കുന്നത്, സോണ മസൂരിയുടെ റൈസാണ്. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കഴുകി ഊറ്റി വെച്ച് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ വന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കാവുള്ളൂ. ഒരു 75% കേട്ടോ അരി വേവാൻ പാടുള്ളൂ. പിന്നെ നമ്മളിത് ദമ്മിടുമ്പോൾ ഒന്നും കൂടി വേവും. അതുകൊണ്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വല്ലാതെ ഇട്ടിട്ട് ഇങ്ങനെ ഉടയ്ക്കാൻ പാടില്ല. ഒന്നും കൂടി ആവാനുണ്ട്. ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. അതിവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ദമ്മിടാം.
ഈ ചിക്കനിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സവാള അല്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ വേകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു പിടി പുതിന ഇട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയില കട്ട് ചെയ്ത് വെച്ചത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് കുറേശ്ശെ ഇട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുക. അപ്പോൾ ചോറൊക്കെ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വെച്ചത് കുറച്ച് ബാലൻസ് ഉണ്ട്. അതൊന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പാൽ ഇവിടെ എടുത്തിട്ട് അതിൽ കുറച്ച് സാഫ്രോൺ കുങ്കുമപ്പൂ ഇട്ടിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, നിങ്ങളുടെ അടുത്ത് കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ ഇങ്ങനെ ഇതേപോലെ കലക്കിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. ഈ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് സവാളയും കൂടി ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി ഒന്ന് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. സൈഡിൽ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തുണ്ട് കേട്ടോ. അതിനോട് 2 ടേബിൾ സ്പൂൺ ചേർത്തുണ്ട്. ഇനി ഇത് ലിഡ് വെച്ചിട്ട് മൂടാം നമുക്ക്. ഇത് ലിഡ് വെച്ച് മൂടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദമ്മ് ചെയ്യാം. എന്നിട്ട് കേട്ടോ അത് തുറക്കാവുള്ളൂ. എന്നിട്ട് കാണാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റും. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളും കൂടി ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണേ. ബിരിയാണിയുടെ കൂടെ ഞാൻ റൈത്തയാണ് സെർവ് ചെയ്യുന്നത്. പപ്പടം സെർവ് ചെയ്യാം, പിക്കിൾ ചെയ്യാം. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാറായിരിക്കും. താങ്ക് യു.